അച്ഛാ, എല്ലാം റെഡിയല്ലേ? ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി. മോനെ, എല്ലാം റെഡിയൊക്കെ തന്നെയാ. അല്ല, വലിയച്ഛനെ നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു, അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. നീ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക കേട്ടോ. നീ ചിരിക്കില്ലാട്ടാ, എനിക്ക് ചെയ്യാനൊക്കെ അറിയാം. പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ വേഗം ചെയ്യിച്ചിട്ടായി. അനു ചേട്ടായി, ജിനീനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നല്ലോ. അവള് ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇത്ര നേരമായിട്ട് എന്താ തിരിച്ചു വരാത്തെ? അവളെ ഉറക്കാൻ ആൾ വന്നിട്ടുണ്ട്. നിൽക്ക്, ഞാൻ പോയി ഒന്ന് നോക്കിട്ട് വരാം. വേഗം പോയി നോക്കിട്ട് വാ. 1 മണിക്കൂർ കഴിഞ്ഞ പരിപാടി തുടങ്ങും. അതിനേ മുമ്പ് ഇവിടെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാൻ പോയി നോക്കിട്ട് വരാം. ചേട്ടായി, ഞാനും വരണോ? നീ ഇവിടെ നിൽക്ക്, നമുക്ക് ഇതിൽ കാരണം പറഞ്ഞ് ഒരുങ്ങാൻ കയറാം. അല്ലെങ്കിൽ എല്ലാവരും ടെൻഷൻ അടിക്കാൻ തുടങ്ങും. എന്നാ ഓക്കെ. എന്തെല്ലാം പറഞ്ഞിട്ട് ഞാൻ അതിനെ വളർത്തി സ്വതന്ത്രമായിട്ട് ഫ്രീഡായിട്ട് വളർത്തി. എന്നിട്ട് അവൾക്ക് എന്നോട് പറയാത്തോളൂ അവന്റെ വെറുതെ ജീവിതം കളഞ്ഞു. ഞങ്ങൾ കുറെ എടുത്ത് അന്വേഷിച്ചു, അവൾ ഇവിടെ എങ്ങും ഇല്ല. എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. അവരത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞ് ഞാനൊരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൽ നിനക്ക് മാത്രമേ പറ്റുള്ളൂ, കുഞ്ഞു പെണ്ണെ. അച്ഛന് വേണ്ടി ഞാൻ രസ് പറയുന്നു. മോളെ, അച്ഛനോട് ഒരു വേർപ്പൊന്നും എനിക്ക് തോന്നല്ലോ. എനിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ, അച്ഛന് വേണ്ടി. എൻ്റെ പൊന്നു ചേട്ട, അവൾ വെറും 19 വയസ്സുകാരി. അടുത്ത മാസം അവൾ കോളേജിലേക്ക് ചേരുന്നു. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ എനിക്ക് കെട്ടിച്ചു തരുന്നത്? എൻ്റെ മോള് ചെയ്യുന്ന പകരമായിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കെട്ടിച്ചു തരുന്നത്. സോ ഇനി അതിനൊരു മാറ്റവും ഇല്ല. എടി, നിന്റെ കൊച്ചിനെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എൻ്റെ സ്വന്തം കൊച്ചായിട്ട് ഞാൻ നോക്കിക്കോളാം. അവൾക്ക് ഒരു വേദനയും വരുത്താൻ ഞാൻ സമ്മതിക്കൂല. അപ്പോൾ അമ്മ ഇങ്ങനെ സമ്മതിച്ചല്ലേ? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും, ഞാൻ പോവാം. മോളെ കാണാൻ എന്നെ രസം. നീ ഈ കല്യാണത്തിന് ഒട്ടും പ്രിപ്പയർ അല്ലെന്ന് എനിക്കറിയാം മോളെ. പക്ഷെ സാഹചര്യം നമ്മളെ അങ്ങനെ ആക്കുന്നതല്ലേ. എന്തായാലും നീ അവനെ സ്നേഹിക്കും. അന്ന് നീ ഞങ്ങളോട് താങ്ക് യു പറയും കെട്ടിച്ചെന്നീന്. കുഞ്ഞിപ്പെണ്ണെ, എനിക്കിത് പറ്റുന്നില്ല. സോറി പുഴയ മോളെ, ഞാനങ്ങനെ കാണിച്ചു. മമ്മി സങ്കടപ്പെടരുത്. എനിക്കിതിന് സമ്മതം ഞാൻ പറഞ്ഞില്ലേ. എന്നാലും മോളെ, അമ്മ ഇങ്ങനെ കരയരുത്. ഞാനിപ്പോൾ കരയും, അപ്പം എൻ്റെ മേക്കപ്പ് ഒലിച്ചു പോവും. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി. മോളിവിടെ ഇരുന്നോട്ടോ, ഞാൻ അവളെ പറഞ്ഞേക്കും. എന്നെക്കാളും നല്ല രസമുണ്ട് കേട്ടോ. നിന്നെ കെട്ടുന്നത് എന്തായാലും ഒരു ഭാഗ്യവതി തന്നെ. എന്നെ കെട്ടുന്നവരൊക്കെ ഭാഗ്യവതിയായിരിക്കും, പക്ഷെ ഞാൻ അവനെ കെട്ടുമ്പോൾ ഭാഗ്യവതിയല്ല. നോ വേ ഗേൾ, നിന്റെ ഗ്രൂമിനെ കണ്ട് നീ തന്നെ തലകറങ്ങി വീണു. അമ്മാതിരി ലുക്കാടി. എന്നാ രസമാണെന്നറിയാമോ. എന്തായാലും നിനക്കാ ഭാഗ്യം. നീ ഇപ്പം ഇറങ്ങിപ്പോന്നേ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടി പുറത്താക്കും. നീ പണ്ട് ഇവിടെ പടി, നീ ഇപ്പം അങ്ങനെയൊക്കെ ആയില്ലട. തമ്മിൽ പിണങ്ങിപ്പോല്ലേ, കാണാതെ വൈ എന്നാലല്ലേ. ചലിച്ചോണ്ടിരിക്കാതെ നീ പോയി റെഡി ആവാൻ നോക്ക്. ചേട്ടേനെ ഞാൻ ചട്ടം വെച്ചടിക്കും അല്ലേ? അന്ന് ഞാൻ പോയി റെഡി ആയിട്ട് വരാനേ.
എപ്പോഴും ഞങ്ങൾ കുഞ്ഞി പെണ്ണിങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നടന്നോളൂ കേട്ടാ. പിന്നെ അവൻ നിന്നെ ഉപദ്രവിക്കുന്നില്ല. ഉപദ്രവിച്ച നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഒരെണ്ണം കൊടുത്തോളാം കേട്ടാ. എനിക്ക് പേടിയൊന്നുമില്ല. അത് നിന്റെ മോത്ത് കണ്ടാലേ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ സന്തോഷത്തോടെ തന്നെ ഇരിക്കണം കേട്ടോ. എന്നാ പിന്നെ ചേട്ടന് കുറച്ച് പണിയുണ്ട്, ഞാനൊന്ന് പോയി ചെയ്തിട്ട് വരാം കേട്ടാ. മോളെ റെഡിയൊക്കെ ഇട്ട് വന്നല്ലോ. എന്റെ പൊന്നാൻറ്റി, ഇതൊന്ന് നിന്നേരുണ്ട്. ഞാൻ എത്ര കഷ്ടപ്പെട്ട ഒരുക്കിയെന്നറിയാവോ. സുന്ദരിയായിട്ടുണ്ട് ആന്റി. ആചാരം നമുക്ക് ചെയ്യണ്ടേ? പിന്നെ അല്ലാണ്ട് വാ മോളെ. എന്താചാരം? പാലെടുക്കുക കിടന്ന്. അയ്യോ ആന്റി, ഞാൻ ഈ ആചാരത്തിനൊന്നും വിശ്വസിക്കുന്നില്ല. ഈ പാലെടുത്ത് അവനെ വെറുതെ ഒന്ന് കൊടുക്കും, അത്ര. പരസ്പരം എനിക്ക് അറിയ പോലുമില്ല, പിന്നെ ഞാനിങ്ങനെ. ഓക്കെ ആന്റി, ഞാൻ ചെയ്യാം. എന്നാ പിന്നെ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാട്ടോ. നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നീ അവിടെ തന്നെ ഇരുന്നാ മതി. മോളെ, നീ അവിടെ കിടന്നു. നീ അത് കൊടുത്തിട്ട് അങ്ങോട്ട് പോയി കിടന്നാ മതി, അത്ര. ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. പിന്നെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നേരത്തെ വന്നോ? ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ പാല് നീ തന്നെ കുടിച്ചോ. ഇന്നൊന്നും ചെയ്യില്ലായിരിക്കല്ലേ? എട്ടേ പറഞ്ഞല്ലേ. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് അടുത്തോട്ട് വരുന്നത്? ഓടിയാലും വേണ്ട, ഇങ്ങനെ തന്നെ നിൽക്കാം. അനു, എന്താവശ്യം ഉണ്ടെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിലും അത് എന്നോട് വന്ന് ചോദിക്കുക. അത് വേറെ ആരോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഓക്കെ? നാളത്തോടെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളായിരിക്കും. കുക്കിംഗ് ഒന്നും എനിക്ക് വശമില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ സഹായിച്ചാൽ മാത്രം മതി. ലൈക്ക് പാത്രം കഴുകുക, വെജിറ്റബിൾ കട്ട് ചെയ്യുക, അതൊക്കെ. നാളെ നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ. സോഫയിൽ കിടക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? നീ വീട്ടിലിങ്ങനെയായിരുന്നു കിടന്നേ? അല്ല, ഞാനിങ്ങനെ അല്ലായിരുന്നു കിടന്നേ. വീട്ടിലെവിടെ കിടന്നേ? ബെഡിലല്ലേ? ഇവിടെ ബെഡിൽ. എനിക്ക് നിങ്ങളോട് കിടക്കാൻ പറ്റൂല. കിടന്നില്ലെങ്കിലും മോളെ ഞാൻ അവിടെ വന്ന് കെട്ടിപ്പിടിക്കും. ഞാൻ കിടന്നോളാം. തങ്ങള് തിന്ന കദിന്ന ത തിന്ന കദിന്ന തങ്ങള് 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 കദിന്ന ത
ഞാൻ ഇയാളുടെ കെട്ടിപ്പിടിച്ചാണോ കിടന്നത്? നന്ദു, നന്ദു, അയ്യോ, ഇന്നെൻ്റെ അമ്പലത്തിൽ പോകണമായിരുന്നല്ലോ. അയ്യോ, ലേറ്റ് അമ്മ എന്നെ പറപ്പിക്ക് കോപ്പ്. മാങ്ങത്തലയാ റെഡിയായിട്ടാ കൊച്ചി എണീറ്റിട്ട് കുറെ സമയായി. അവളെ എണീക്കുമ്പോ എന്നെയും കൂടെ വിളിക്കാൻ പറഞ്ഞതാ, എന്നിട്ട് അവള് വിളിക്കാതിരുന്നതാ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അമ്മേ. സമ്മയിച്ചു. ഞാൻ എന്നാ പിന്നെ കുളിച്ചിട്ട് റെഡി ആയിട്ട് വരാം. ആ, വേണ്ട കുളിക്ക്. അമ്മ, ഞങ്ങൾ ഇറങ്ങുവാട്ടോ. ഞങ്ങൾ വരുമ്പോഴത്തേനും അമ്മ കാണൂലല്ലോ. അങ്കിള് വന്ന് കൂട്ടൂലേ? അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടണോ വീട്ടിലേക്ക്? ഇല്ലടാ, അങ്കിള് തന്നെ വരും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാട്ടോ. സ്പീഡിലൊന്നും പോലെ കേട്ടാ. ഞാൻ ഇവിടെയും കൂടെ പറപ്പിച്ചിട്ട് പോവാ പോരെ? കണ്ണാ, എൻ്റെ അമ്മോ, ഞാൻ പതിയെ പോവുള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാൽ വേഗം ഇറങ്ങ്, ഇപ്പം തന്നെ സമയം പോയി. തൊഴുതു കഴിഞ്ഞോ? ആ, തൊഴുന്നു കഴിഞ്ഞു. എന്നാ പിന്നില്ലേ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാം. ആ വഴി വീട്ടിലേക്ക് പോവാം. നിന്നെ ഈ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. താങ്ക് യു. എന്നാ വണ്ടി കയറി നമുക്ക് പോകാം. ഇത് അവൾക്ക് വേണ്ടി വാങ്ങിക്കാല്ലേ? ചേച്ചി, this flower is for you. For me? Oh, thank you. My brother told me to give it to you. Really? Wanted to tell you something. I really like you. But I'm sorry. Hey boy, she's married. Really? Who's the person? Unfortunately, I am the one who married her. I am her husband. You are so late, buddy. You are lucky to have her. I did not get her this time, but maybe in next life she will be mine. ഇനി എല്ലാ ജന്മങ്ങളിലും ഞാൻ അവളെയും അവൾ എന്നെയും സ്നേഹിക്കുള്ളൂ. അത് ഉറപ്പാ. ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. ബൈ. ഇയാൾ എന്നെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്? എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ. ബൈ, നൈസ് ടു മീറ്റ് യു. ബൈ, നൈസ് ടു മീറ്റ് യു ടു. ബൈ മോളെ. ചേട്ടന് വിഷമായോ?
എനിക്കെന്ത് വിഷമം, അവൾക്ക് കിട്ടിയത് ഒരു നല്ലൊരാളെയാ. ഏട്ടായി. എന്റെ കുഞ്ഞിപ്പെണ്ണെ, എന്താ സുഖമാണോ? ആ സുഖം. അല്ല, നിങ്ങൾ എവിടെ പോയതാ? ഞങ്ങൾ അമ്പലത്തിന് നേരെ ഷോപ്പിങ്ങിന് പോയാ, അതാ ഇത്ര വൈകിയത്. ആ എനിക്ക് എന്തെല്ലാം പറയാനുണ്ടെന്ന് അറിയാവോ? എന്താ അതൊക്കെയുണ്ട്, വാ അകത്തോട്ട്. പിന്നെ എൻ്റെ കുഞ്ഞിപ്പെട്ടിൻ്റെ കഥ ഒന്ന് കേട്ടിട്ട് വരാം. പിന്നെ ഞങ്ങള് വേറെ കാര്യം കൂടി പറയാൻ വേണ്ടി വന്നതാ. എന്താ അത് പിന്നെ ഇവളുടെ പഠിത്തം. പഠിത്തം ഇവിടെ അടുത്തുള്ളൊരു കോളേജല്ലേ, മെഡിക്കൽ കോളേജ്, അങ്ങോട്ട് ചേർക്കാൻ വേണ്ടി പോവാ. ഓക്കെ, അഡ്മിഷൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഉത്തരവാദിത്തങ്ങളെല്ലാം നിനക്കാ. ഓ അതിനെന്നാ, ഞാൻ നോക്കിക്കോളാം. അവള് ഇവിടെ ഓക്കെ അല്ലേ? ഓക്കെ ആയി വരുന്നു, ആദ്യത്തെ ദിവസമല്ലേ. ഇതെന്താ സംഭവം നടന്നെന്ന് പറഞ്ഞു പോയത്? അത് നിങ്ങളെ കുഞ്ഞിപ്പെണ്ണ് തന്നെ പറഞ്ഞോളൂ. അവള് നിന്നോടൊക്കെ സംസാരിക്കുവോ? ഇത്തിരി സംസാരിക്കും. നീ പിന്നെ വാഴയാടി ആയതുകൊണ്ട് കുഴപ്പമില്ല, അവള് ഫ്രണ്ട്ലി ആയിക്കോളും. കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും അല്ലേ? ആയിരിക്കണം, ആവണം. നിനക്ക് കോളേജിൽ പോകാൻ നോട്ട്സ് ഒന്നും വേണ്ടേടി? വേണം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകണ്ടേ? അത് ഞാൻ വേദുവിൻ്റെ കൂടെ പോയി വാങ്ങിച്ചോളൂ. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ. നീ എപ്പോഴാ പോകുന്നേ? നാളെ രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ പോകും. നാളെ ഞാൻ ആ സമയത്ത് വേറെ അടുത്ത് പോകുന്നുണ്ട്. നിന്നെ വേണമെങ്കിൽ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാം. എനിക്ക് വേണ്ട, ഞാൻ ബസ് കയറി പോയിക്കോളാം. ഞാൻ പറഞ്ഞില്ലേ, ഈ പോകുന്ന വഴിക്ക് ഞാൻ കൊണ്ടുവിടാടി. വേണ്ട, ഞാൻ ബസ് കയറി ടൗണിലേക്ക് ഇറങ്ങിക്കോളും, അങ്ങോട്ട് അവള് വന്നോളൂ. ശരി എന്നാ. അതെ, ഞാൻ ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. നീയും പുറത്തുനിന്നാണെങ്കിൽ ഉണ്ടാക്കുന്നില്ല, ഞാൻ പുറത്തുനിന്ന് തന്നെ കഴിച്ചോളാം. വരാൻ ലേറ്റ് ആവും കേട്ടോ. ഭയങ്കര ലേറ്റ് ആണെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി, രാത്രി പ്രത്യേകിച്ച്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഓക്കെ, ബൈ. കോപ്പ്, ഇതെന്താ ബസ് വരാത്തെ? കുറെ നേരമായല്ലോ. അയാളുടെ കൂടെ ഇറങ്ങിയാൽ മതിയായിരുന്നു, വെറുതെ. പുതിയൊരു പെൺകുട്ടി. ഇയാൾക്ക് ഇത്തിരി നീങ്ങിരുന്നോടെ, ഇതിനെ എന്റെ അടുത്തോട്ട് വരുന്നേ. കൈന്ന് വിടടാ. എന്ത് മോളെ, ഞാൻ കൈ പിടിച്ചതേ ഉള്ളൂ. താൻ ആരെന്റെ കൈ പിടിക്കാൻ? കൂടുതൽ കളിച്ചാണല്ലോ ഞാൻ നിന്നെ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോകും. വലിയ ആളാകല്ലേ. വാടി, എന്നെ വിടടാ. എന്റെ പെണ്ണിന് തൊടാൻ വരുന്നാളെ. എന്താ നോക്കിയിരിക്കുക, അതിന് ഒരെണ്ണം കൊടുക്ക്. തെറ്റായതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പൊന്ന സാരില്ല, വാ പോവാ. കണ്ണീട്ടിൽ എന്നെ വിട്ടു പോവില്ലേ? ഇല്ല, നീ വണ്ടി കയറും.